ഈ വീഡിയോ നിങ്ങൾ തട്ടി മാറ്റി പോകരുത് പ്ലീസ്, ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ 11 കൊല്ലം ദുബൈയിൽ നിന്ന് 8 കൊല്ലം മസ്കറ്റിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതല്ല എന്റെ ഭാര്യയുടെ വില. മക്കളെയൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി. വീടൊക്കെ വെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ ബാലൻസ് ഇല്ലാന്ന് ചൊല്ലി എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ മൂത്ത് വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ പ്രതികരിച്ചു. അന്നേരം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോകും. മക്കളൊക്കെ എന്താ വിപ്ലവം എന്ന് പറയുന്ന ഒരു ഇതുണ്ടോ? അത് ഇപ്പൊ എറണാകുളത്ത് ഒരു വലിയ ഓഫീസിൽ ജോലി ചെയ്യാം. അനന്തു ആർ ദേവ്. മോള് ഇന്ത്യ ഓഫീസത്ത് ബാങ്കില്, മരുമോൻ ചാത്തന്നെ എഴുത്തിന്റെ ഓഫീസിൽ. പിന്നെ മോന് വേണ്ടി ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും ഒക്കെ ഭാര്യയുടെ കാലശേഷം അവനാ പള്ളിമുക്കി മോക്ക് മേടിച്ച് ഞാനിങ്ങനെ ജീവിക്കുന്നു. പോട്ടെ, എല്ലാം ശരിയാവും. ഈ ആവരുത്. അവരുടെ ജീവിതം വളർന്നു വരണം. അങ്ങനെ അവരെടുക്ക പോരുത്. നിങ്ങളെപ്പോലുള്ള മക്കളില്ലേ എനിക്ക്. ശരി, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നാളെ അവർക്ക് ഈ ഗതിയോടെ വരാതിരിക്കട്ടെ. ഞാൻ ശവിക്കത്തില്ല, പാടില്ല. ഉണ്ടോ? അങ്ങനെ ചെയ്യണോ? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കും സങ്കടം തോന്നിയില്ലേ? സ്വന്തം കുടുംബത്തെ ദുഃഖങ്ങളറിയാണ്ട് സന്തോഷത്തോടു കൂടി നോക്കാനും വേണ്ടിയിട്ട് പ്രവാസിയായ ഒരു പ്രവാസിയുടെ വാക്കുകളാണ് ഈ കേൾക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് വീട് വെച്ചു, ഫാമിലിനെ നല്ല അടിപൊളിയായിട്ട് നോക്കി, മക്കളെ പഠിപ്പിച്ചു. എന്നിട്ട് ലാസ്റ്റ് ആ സാധുവായ മനുഷ്യന് കിട്ടിയത് എന്താണോ? തെരുവിലെ ജീവിതമാണ്. ആ മനുഷ്യന് എത്രത്തോളം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന നമ്മൾ ഓരോരാൾക്കും അറിയാം ഇന്നത്തെ പ്രവാസികളുടെ അവസ്ഥ. അതേപോലെ തന്നെ ആ മനുഷ്യനും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സാധുവായ മനുഷ്യൻ തെരുവിൽ കിടന്നുറങ്ങുകയാണ്. ഇങ്ങനെയാണല്ലോ ഒരു പ്രവാസിയുടെ ഈ അവസ്ഥ. ആർക്കും എത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.